മലയിലൊക്കെ പോയിട്ട് നല്ല വിറകൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് മഴയ്ക്കൊരാക്കുണ്ട്. അപ്പൊ നല്ലൊരു ചുഴൽ വിറക് ഇട്ടിട്ടുണ്ട്, റബ്ബറിന്റെ. ഏത് വെള്ളം കുടിച്ചാലും റബ്ബർ വിറക് ഒന്ന് വെയിലട്ടിയാല് നല്ലോണം കത്താൻ പാകത്തിന് കിട്ടും. ഞങ്ങൾ രണ്ടാളും പോയിട്ട് കിട്ടിയ വിറകാണ് കേട്ടോ അത്. ഇതും വേണ്ട അവിടെയൊക്കെ ഉണ്ട്. ഇനി കുഞ്ഞു കുഞ്ഞു കട്ടാക്കി ഇങ്ങോട്ട് ഇങ്ങനെ വെച്ചാല് നമ്മൾ ആവശ്യത്തിനെടുത്ത് ഇങ്ങനെ കത്തിക്കാം. ഇനി വേണ്ട ഈ ഭാഗത്ത് മാത്രം കുറച്ച് മഴ കൊള്ളാത്ത ഭാഗമുണ്ട്. കുറച്ച് കട്ടിയുള്ള വിറകൊക്കെ നമ്മൾ വാർപ്പിന്റെ മുകളിൽ കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് അവിടുന്ന് 1 2 കൊള്ളി ചോട്ടിക്കിട്ടിട്ട് മഴ വെച്ചിട്ട് ഇങ്ങനെ കൊത്തി കീറിയിട്ട് വെക്കും. അപ്പൊ ചുള്ളലിന്റെ ആവശ്യം നല്ലോണം ഉണ്ട്. ഈ ചെറിയ ചുള്ളല് നമ്മളെ അച്ഛന്റെ ആണ്ട് വരുന്നുണ്ട്. അപ്പൊ ചേച്ചിമാരും കുട്ടികളും എല്ലാരും വരും. അപ്പൊ നമുക്ക് ചോറും കറിയൊക്കെ കുറെ വെക്കണ്ടേ. അപ്പൊക്കെ നമ്മള് ചുള്ളലൊക്കെ പോയിട്ട് ഇന്ന് കൊണ്ടുവന്നതാണ്. അപ്പൊ ഈ ചുള്ളലൊക്കെ ഒന്ന് പൊട്ടിച്ച് മലയ്ക്ക് പോയതല്ലേ. അപ്പൊ വണ്ടൂര് പോയതായിരുന്നു. അപ്പൊ അമ്മ അറിഞ്ഞു നമുക്ക് പോവല്ലേ. അപ്പൂസ് സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവൻ വരുന്ന നേരം കൊണ്ട് ഞങ്ങൾ രണ്ടാളും പോയതാണ്. കുറെ ദൂരത്തേക്കൊന്നും അല്ല കേട്ടോ. നമ്മളെ വീടിന്റെ ബായിക്കുട്ടീന്റെ വീടിന്റെ മുകളില് റബ്ബറാണ്. ഇവിടെ കുറച്ച് ഭാഗത്തേ ഇനി റബ്ബറുള്ളൂ. ബാക്കിയെല്ലാം മുറിച്ച് പോയിട്ടുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് കുറച്ച് പെറുക്കി കൊണ്ടുവന്നാണ്ട. അപ്പൊ ഈ ചട്ടി ഒന്ന് മയക്കാന്ന്. ഇന്നലെ നമ്മള് വാങ്ങിയ ചട്ടിയാണ് ഇട്ടത്, മൺകലം. അപ്പൊ കൊറേ ആള് ചോദിച്ചിരുന്നു എങ്ങനെയാണ് മൺകലം മയക്കാന്ന്. മയക്കെടുക്കുക എന്ന് പറയും. മൺകലത്തിനെ മയക്കണ അറിയില്ല, കൊറേ ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ പല രീതിയിൽ ഈ മൺകലത്തിനെ നമ്മള് മയക്കെടുക്കും. ഉമിക്കരി ഇട്ടിട്ട്, ഉമ്മില്ലേ അത് ഇട്ടിട്ടും മയക്കും. അതിനിപ്പോ നമ്മുടെ അടുത്ത് ഉമ്മില്ല, മില്ലില് പോയാലേ അത് കിട്ടുള്ളൂ. അപ്പൊ നമ്മള് ഇങ്ങനെയാണ് കേട്ടോ മയക്കണത്. ഇത് രാവിലെ അതുമ്പോ കുറച്ച് കരി ഉള്ളത് എന്താ വെച്ചാല്, രാവിലെ ചോറ് വെച്ചപ്പോ കുറച്ച് കണൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ആ കണലത്ത് അമ്മ കുറച്ച് ചൂടുവെള്ളം ആ മൺകലത്തിലാക്കി എന്തെല്ലാം ഈ ചട്ടിയിലാണ് പണ്ടൊക്കെ കറി വെക്കുക. എല്ലാരും പറയണ്ടോ ഒരാളതിൽ ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ട്. അപ്പൊ എന്താ അറിയോ, ഈ ചട്ടിയിലാണ് പണ്ടൊക്കെ കറി വെക്കുക. ഇപ്പോഴല്ലേ സ്റ്റീലിന്റെയും മറ്റേതൊക്കെ ഉണ്ടായി. എല്ലാരും പറയലുണ്ട് സ്റ്റീലിന്റെ അലുമിനിയത്തിന്റെ ഒന്നും വെക്കരുത് കറിന്ന്. ഇങ്ങനത്തെ മൺകലത്തില് വെക്കണമെന്ന്, മൺചട്ടിയില്. ഇത് ഞാനേ കുറച്ച് കഞ്ഞിവെള്ളം ആക്കിയിട്ട് കത്തിക്കഞ്ഞ്. അപ്പൊ ഇങ്ങനെ കത്തിച്ച് വരുമ്പോൾ വെക്കും. പിന്നെ അല്ലെങ്കിൽ ഉമ്മി വേണം. എന്നിട്ട് ഉമ്മി കലത്തിലിട്ടിട്ട് ഇങ്ങനെ കത്തിക്കുക. അടിയിൽ ഇങ്ങനെ കത്തിച്ച് പിന്നെ കുറച്ച് കരിഞ്ഞ് വരുമ്പോൾ ഒരു കൊള്ളി വെച്ച് കൊടുക്കുക, ഈ കത്തിൻ്റെ ഒരു കൊള്ളി. അപ്പോൾ നല്ലോ ഉള്ളിൽ പിന്നെ ആ ഉമ്മി ഇങ്ങനെ കത്തിയിട്ട് ഈ ഭാഗം ഉള്ളൊക്കെ ശരിക്കും വാങ്ങി കിട്ടും. പക്ഷെ ഇപ്പോൾ നെല്ല് കുത്തുന്ന നെല്ലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആർക്കും വല്ലാതെ നെല്ലില്ലല്ലോ. ആദ്യമൊക്കെ നല്ലോണം നെല്ലുണ്ടായിരുന്നു പാടത്ത്. വള്ളി ഞാൻ വിറകിന് പോയപ്പോ കയറൊന്നും എടുക്കാതെ പോയ. അതിലും വലിയ പണി ഇവിടെ കാട്ടിട്ടില്ലേ. കയറെടുക്കാതെ പോയത് മലയ്ക്കിട്ടോ. വിറക് അത്ര കിട്ടും നമുക്കൊരു വിശ്വാസമല്ലല്ലോ. അപ്പൊ ചെന്നപ്പോ നല്ലോണം വിറക് കിട്ടി. അപ്പൊ കയറ് മലയിൽ തന്നെ വള്ളി പറിച്ചിട്ട് അതിൽ കെട്ടി ഒരു തോർത്തുണ്ടും തലയിൽ വെച്ചിട്ട് കൊണ്ടുവന്നു. അമ്മ ഞാനെന്നെ പോയേ. ഇങ്ങളോട് സമ്മതം ചോദിക്കാതെ പോയാല്, വയ്യാത്ത അമ്മേനെയും കൊണ്ട് പോയാല് എന്തേലും പറ്റിയാല് ഇന്നോടല്ല ചോദ്യം വരിക. നിങ്ങള് ചീത്ത എന്തേലും പറഞ്ഞ ഞാൻ എനിക്ക് പേടിയല്ല. അപ്പൊ ഞാൻ ഇങ്ങോട്ട് ചോദിക്കാതെ പോയാല്, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ചെറിയ കെട്ടാക്കി വെക്കാം, എന്നാലേ ഇവിടെ പറ്റുള്ളൂ. ഒറ്റ കയറുള്ള അമ്മ. അപ്പൊ അത് ഒറ്റക്കെട്ടടാക്കിട്ട് അവിടെ 2 കല്ലിന്റെ സ്പേസ് ഉണ്ട്, അത് വെക്കാനാ. മൺകലോ ഇന്നലെ വാങ്ങിയതില്ലേ. ഇന്നലെ അതമ്മ കൊണ്ടുവരും. ഇതാണ് നമ്മളെ ഇഡ്ഡലിപ്പാത്രം. നമ്മളെ ഇഡ്ഡലിപ്പാത്രം ആകെ ചളങ്ങി പിളിങ്ങി വന്നേന്നു കേട്ടോ. അപ്പോൾ വാങ്ങിയിരുന്നില്ല. അപ്പോൾ നമ്മൾ വാങ്ങിയതാണ്.
ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടില്ല, ഇഡ്ഡലി ഉണ്ടാക്കണം. നേരല്ല ഇനി സമയം എത്ര എങ്ങനെയായാലും വൈകുന്നേരം 6 മണിയായി. നമ്മൾ വാങ്ങി ഇതാണ് നമ്മുടെ അടുത്ത് ഉണ്ട് പുട്ടിൻ്റെ, ആ ചെറുതാണ് ചിരട്ടപ്പുട്ട്. ഇല്ലാത്തത് നമുക്ക് റൈസ് കുക്കർ ഇല്ല. പിന്നെ ഇതൊക്കെ അത് എന്തായാലും നമുക്ക് അത്യാവശ്യമാണ്. നമ്മള് ഇത് ഉണ്ടോ അവിടെ വെള്ളമായാല് ഗ്യാസ് അമ്മ എല്ലാം പെറുക്കി കൊണ്ടിരുന്നുണ്ട്. ഇതങ്ങോട്ട് വെച്ചല്ലേ അമ്മ? അല്ലമ്മ അതിങ്ങനെ തന്നെയാണല്ലേ, ഇവിടെ പൊട്ടി പോയതാ ചോദിച്ചു. ഇതൊക്കെ നിലവിളിച്ചാല് അപ്പൊ അങ്ങനെ നമ്മളെ അടുക്കളേക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ഇങ്ങനെ ഇത് വെള്ളം ഇതാവണം. അത് നല്ലോണം തിളയ്ക്കുമ്പോ അടിയിലൊക്കെ ഇങ്ങനെ കത്തി വരുമ്പോ അത് മയങ്ങി വരും. ഒരു പ്രാവശ്യം അങ്ങനെ. പിന്നെ അതന്നെ ഇത് നല്ലോണം കത്തി ഇത് വെള്ളം തിളയ്ക്കണം അതിൽ കിടന്നിട്ട്. ഇത് മണ്ണിന്റെ അല്ലേ, ഇത് കുറച്ച് താമസം എടുക്കും തിളയ്ക്കാന്. ചട്ടി ചൂടായി കിട്ടണ്ടേ. അപ്പൊ അതെന്താ അറിയ, ഇത് നല്ലോണം കൊറേ നേരം കത്തിയിട്ട് തിളയ്ക്കണം. പക്ഷെ ഈ ഒരു സംഭവം ഇതിനൊരു ഇതുണ്ട് കേട്ടോ, പിടുത്തം. ആ പിടുത്തം പോകുന്നതാണ്. പിന്നെ ഇങ്ങനെ അടച്ചു വെക്കുക. അപ്പൊ അതിന് പിടുത്തട് പോന്നു. അത് പിന്നെ ഞാൻ അടപ്പ് വേണമെന്ന് പറഞ്ഞപ്പോ അത് വെറുതെ എടുത്ത് തന്നതാണ്. മൺകലത്തിന് ഒരു പിടുത്തുള്ള അടപ്പല്ല രസം. അതൊരു കുക്കർ, അതേപോലെ കുക്കർ 3 ഇതിന്റെ ലിറ്ററിന്റെ കുക്കറാണ്, 3 കിലോ വെക്കണ. അപ്പൊ അത് താത്തക്ക് അറിയാം എത്ര രൂപയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നമ്മളെ സ്ഥിരം അടുക്കളത്തെ ഒരു അംഗമായിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ട് നമ്മളെ അടുക്കളയിൽ, എന്തൊക്കെ നമ്മളെ അടുക്കളയിൽ ഇല്ലാന്ന് എല്ലാം അറിയാം കറക്റ്റ് ആയിട്ട്. അവിടെ ചെന്നപ്പോഴാണ് അത് വേണമെന്ന് പറഞ്ഞതേ. അപ്പൊ ഞാൻ എന്റെ അടുത്ത് ഏത് കുക്കർ അല്ലാതെ ഞാൻ അമ്മയോട് വെച്ചാൽ അമ്മ നമ്മളെ കുക്കർ എത്ര വെച്ചപ്പോ അമ്മ നോക്കി. ഞാൻ താത്തനോട് താത്ത നമ്മളെ കുക്കർ എത്ര എഴുതാ? 3ന്റെ ഇല്ല, നല്ലോണം തിളക്കണം. കണ്ടന്റ് വരുന്നേ ഉള്ളൂ അല്ലേ? മഴ ഇല്ലാത്തോണ്ട് നമ്മള് രക്ഷപ്പെട്ടു കേട്ടോ. അല്ലെങ്കിൽ മഴ ഇങ്ങനെ പറഞ്ഞോണ്ട് നല്ലേലും മഴയൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും പിന്നെ മഴ കുറച്ച് കുറവായതുകൊണ്ട് എല്ലാരും തുണിയൊക്കെ ഒന്ന് വെയിലത്തിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും. നമ്മളും കുറെ വെയിലത്തിട്ട് ഉണക്കി. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഇന്നൊരു തക്കുണ്ടാവുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി. മഴ ഇല്ലാത്തോണ്ട് പണിക്ക് പോണേർക്കും അല്ലേ. പക്ഷെ മഴയത്തൊന്നും അങ്ങനെ പണിയെടുക്കല്ലേ. തൊഴിലുറപ്പായാലും വേറെ പണിയായാലും നല്ല മഴയല്ലേ. അപ്പം ഇന്ന് കുറച്ചൊക്കെ ഒരു സൗകര്യത്തിൽ പണിയെടുത്തു. ഇനിയിപ്പോൾ നമുക്കിത് നമ്മളെ കറി ഒക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം, ഈ കഞ്ഞോളം നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം ഇപ്പം കണ്ടക്കി ഇത് പിടിക്കാനുള്ളതുണ്ട്. ചൂടായിട്ടില്ല, നല്ലോണം കത്തി തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് ഈ കഞ്ഞോളം ഒഴിവാക്കിയതിന് ശേഷം ഈ മൺകല നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം നാളെ തൊട്ട് നമുക്ക് കറി വെക്കാം. പിന്നെ കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് ഉണങ്ങിയിട്ട് പിന്നെ വെളിച്ചെണ്ണ തേച്ചിക്കാം. എന്നാൽ ചട്ടിയിൽ വല്ലാതെ പിടിക്കൂല. കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിയിൽ പിടിക്കൂലെന്ന്, അടിയിലൊന്നും പറ്റി പിടിക്കൂലെന്ന് അങ്ങനെയുണ്ട് കണ്ടിട്ടോ. പക്ഷെ മയക്ക ഉമ്മിയാണ് സൂപ്പർ. ആദ്യമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. നമ്മളെ വീട്ടിലൊക്കെ നെല്ലുത്തണ കാര്യം അങ്ങനെയൊക്കെ ഉണ്ടാവും. ഉമ്മിയൊന്നും ഇല്ലാത്ത വീടുകൾ ഉണ്ടായിരുന്നില്ല. എത്രയോ ചാക്കില് കണക്കില് പല്ല് തേക്കാനോ. പക്ഷെ നമ്മളടുത്ത് ഉണ്ട് കേട്ടോ, നമ്മളെ വീട്ടിലുണ്ട് ഉമ്മി. അവിടെ എവിടെയോ ഒരു ചിലവരൊന്നും കണ്ടിണ്ടാവില്ല. ഉമ്മിയുണ്ട്, ഉമ്മിയിട്ട് തന്നെ പല്ലേക്ക. ഉമ്മിയും ഉപ്പും കൂട്ടിയിട്ടായിരുന്നു പല്ലേച്ച് തന്നത്. പിന്നെ അതാ അന്ന് ഞാൻ കരിച്ചിട്ട് എടുത്തതാണ് ഈ സംഭവം. ഇതാണ് ഇത് ഉമ്മിയായിട്ട് ഇത് കരിഞ്ഞതാണ്. പക്ഷെ ഇതുകൊണ്ടാണ് പണ്ടത്തെ കാലം പല്ലേക്ക. ഇത് ഞാൻ ഇടയ്ക്ക് അല്ല ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് തേക്കാം. അപ്പൊ ഇതുകൂടെ ഉണ്ടായാല് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഇത് തേക്കാം. ഉപ്പും കൂട്ടി തേക്കും. പിന്നെ ചിരട്ട പൊടിച്ചിട്ട് ഉപ്പും കൂട്ടി അങ്ങനെ പല്ലുവേദനയൊക്കെ. പിന്നെ മാവിന്റെ ഇല അതുകൊണ്ട് പല്ല് വയ്ക്കും.
ഇപ്പൊ കോൾഗേറ്റ് ആയിട്ടും പല 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 പേസ്റ്റുകളൊക്കെ ഇറങ്ങില്ലേ, അത് കാരണം ഒന്നുമില്ല. ഊമി ചിലവര് കണ്ടിട്ടുണ്ടാവില്ല ഈ ഉമിക്കരിയെ. അത് ഇയാളും കണ്ടിട്ടുണ്ടാവും, എന്നാലും ഒരുവിധ ആളൊക്കെ കാണാത്ത ഉണ്ടാവും. മയങ്ങ കുറച്ച് താമസം ഉണ്ടാവും, ചൂട് ഇങ്ങനെയാണ് ചെയ്യാത് പണ്ട് മുതൽ തന്നെ. പിന്നെ ഇല ഇട്ടിട്ടും ചെയ്യാട്ടോ. പിന്നെ ഇല ഉണ്ടല്ലോ, പിന്നെ മാവിന്റെ ഇല ഉണങ്ങിയതൊക്കെ, പിന്നെ പേപ്പർ കത്തിക്ക, പിന്നെ നല്ലത് ഉമ്മി. പിന്നെ പേപ്പർ അല്ലാതെ ഈ ഓലക്കൊടി ഉണ്ടല്ലോ, അത് കത്തിച്ചിട്ട് ഉള്ളിൽ ഇങ്ങനെ കാണിക്കുക. ഇവിടെ ഇങ്ങനെ കത്തിക്കുകയും ചെയ്യുക, ഉള്ളിൽ ഇങ്ങനെ ഓലക്കൊടി ഒന്ന് കത്തിക്കുക. മയക്കാൻ ആവശ്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ കാലം ഈ വേനൽക്കാലത്ത് ചമ്മല ചുടും, അടിച്ചു കൂട്ടിയിട്ട് ചുടും. ആ ചുടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ കല ഇട്ടിട്ട് അപ്പം നല്ല ശരിക്കും മയങ്ങുമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ട് പണി, എല്ലാവിധ പണി. പൊന്തിക്കേണ്ടി മലയിൽ നിന്ന് ഇങ്ങോട്ട് പൊന്തിയില്ലേ. സഹതാപം പറ്റാൻ ചെയ്യച്ച് വിറക് ഉണ്ടാക്കുന്നത് തന്നെ ഒന്നും സഹതാപം പറ്റാന്ന് പറയരുത് കാര്യം. ആരല്ലോ ഒരാള് തലയിലേക്കുള്ള ദൂരല്ല. കറക്റ്റ് ആണല്ലോ. നിലത്തല്ല, ആ കല്ലുമല. അതല്ലേ, 2 കല്ലൂടി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും കൂടി ഇവിടേക്ക് ആ കല്ലുണ്ടെടുത്ത് ഇങ്ങോട്ട് വെച്ചാല് ഇനി ഒരു കൊടി വെക്കുമ്പോ ഇങ്ങോട്ട് ചാടൂല. കഞ്ഞി വെള്ളം അതോ, അത് നമ്മള് ചട്ടി മയക്കാന്ന് പറയില്ലേ, കേട്ടിട്ടുണ്ടോ? മൺകലം. അത് അവിടെ ഇനിയും കെട്ടാല്ലേ? അവിടെ കുറച്ച് ചുള്ളലുണ്ട് ചെറുത്. ഇത് കെട്ടാൻ കയറിലേക്ക് പറ്റൂല. നമുക്ക് വീതനാമ ഇങ്ങനെ വെക്കാം. ചൂട് ഈ ചട്ടി മയങ്ങി, ഇനി നമുക്ക് രാവിലെ കറി വെക്കാം, സാമ്പാർ വെക്കാം. അതൊക്കെ കത്തിയിട്ട് ഇതൊക്കെ അവിടെ കണ്ടോ, അടുപ്പിൽ ഇതാ കണല് കണ്ടില്ലേ, ഇത്രയും കണലത്ത് കത്തി. പിന്നെ ഇത് തിളച്ചു. പിന്നെ വെറുതെ വെള്ളം തിളപ്പിക്കും, പച്ചവെള്ളം തിളപ്പിക്കും, നല്ലോണം തേച്ചെഴുകണം. അപ്പൊ അങ്ങനെ ഇതിന്റെ മണ്ണിലല്ലേ ഇതെന്താ അറിയോ, നല്ലോണം കരിച്ചിട്ട് ഉണ്ടാക്കണം. അമ്മ കൂടെ നിന്നാളെ. അല്ല, ഇതൊക്കെ ഇനിയിപ്പോ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിലേ ഇവിടെ ആയാ പിന്നെ എന്താ പറയാ, കത്തിച്ചാലും തന്നെ അമ്മേടെ കാലിൻ്റെ ഉള്ളിൽ ഞാണ്ടിട്ട് തലയിൽ കൂടെ വറകിടണം. അതല്ലേ, ഇത് കത്തിച്ചാലും എന്താ, ഇത് ഇവിടുന്ന് എടുത്തില്ലെങ്കിൽ അടുപ്പിൽ കത്തിക്കുമ്പോ ഈ വിറകുമ്മയ്ക്ക് കത്തും. അങ്ങനെ സംഭവം. ഓലക്കൊടി കത്തിയാ വിറകുമ്മയ്ക്കൊരു കത്തും. നമ്മളടുപ്പത്ത് ചോറൊക്കെ വെച്ചിട്ട് നമ്മളവിടെ പോവും. അങ്ങനെ എത്ര ആൾക്കോ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ പണ്ട് വിറക് വാരം വെച്ചിട്ട് നമ്മളെ ഇത് കത്തിയത് ഓല കത്തിയതെന്ന് തോന്നില്ലേ? നമ്മളെ വർത്താനോ വിറകുണ്ടാക്കലൊന്നും കഴിയൂല. ഏത് പണിയില്ലാന്ന് പറഞ്ഞാലോ എടുക്കാൻ നിന്നാ പണിയാണ് അല്ലേ? പണിയില്ല, ഇതൊന്നും ഒരു പണിയല്ല എന്ന് വിചാരിക്കൂലേ നമ്മള്. ഇതൊക്കെ ഇപ്പൊ പുറത്ത് പോവാണ്ട്, പക്ഷെ പോവാൻ തന്നെ ഞാൻ പോയി പോന്നു. നമ്മള് കുറച്ച് തിരക്കാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഫാസ്റ്റ് ആണ് നമ്മള്. നമ്മളെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. നമുക്ക് വിളക്കയ്ക്കാനും പ്രാർത്ഥിക്കാനൊക്കെ സമയമായി തുടങ്ങി. ഈ വിറകിന് എങ്ങനെയെങ്കിലും പെട്ടെന്ന് മാറ്റട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. നമ്മള് മലയിൽ നിന്ന് കൊടുക്കുന്നതിന് മുതലാവില്ല. എന്ത് ചട്ടി? ആ, നിങ്ങൾ ബാക്കിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതെന്താണ് പറഞ്ഞത്? അതന്നെ, ചട്ടി വാങ്ങണോര് ഇങ്ങനെ വെള്ളം വെച്ചിട്ടോ അരി കഴുകിയ വെള്ളോ, ചിലപ്പോ ഓരോ സ്ഥലത്തേക്ക് ആദ്യം തന്നെ പറയാ, വേറെ സ്ഥലത്തേക്കൊക്കെ വേറെ കൊലത്തിലൊക്കെ ആകും ചട്ടി മയക്കുക അല്ലേ? എങ്ങനെയാന്ന് അറിയില്ല കേട്ടോ. നമ്മളൊക്കെ എങ്ങനെ കാട്ടില്
അപ്പം എന്നാ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. നമുക്ക് നാളെ ഈ കത്തിക്കൊരു കമന്റ് തന്നേന്നു ഇതെന്താ കൊടുവാ എന്തോ പറഞ്ഞു ഇതിന് കൊത്രയും നിങ്ങളുണ്ടായിട്ട് നമ്മളോട്ട്. കാട് വെട്ടുന്നത് പക്ഷെ സൂപ്പറാണ്, നല്ല മൂർച്ചുണ്ട് കേട്ടോ. ഒരു കൊത്തിട്ടിയാ മതി. നമ്മളെ വിശാലു ചേച്ചീന്റെ ഏട്ടുണ്ടാക്കി തന്നതാണ്. അപ്പൊ നമ്മളേ നാളെ കാണാട്ടോ എല്ലാവർക്കും. ബൈ.